അപ്പം ടീമേ ഫിഷിംഗ് മങ്കാട്ടോ. നമ്മളെ കുറച്ച് മീനുകളുണ്ട്, മഞ്ഞിൽ, ചേറാൻ, അലിഗേറ്റർ. അതിനൊക്കെ ഒന്ന് കാണിക്കാൻ കരുതി ഫീഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒന്ന് കണ്ടോക്കാം. ഇത് അത്യാവശ്യം സൈസുള്ളൊരു മഞ്ഞിലാട്ടോ, കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. നമ്മളൊരു അക്വേറിയത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ലെങ്ത്തുള്ള അക്വേറിയാണ്. ഇത് നമുക്ക് പരല കൊടുക്കണം കേട്ടോ. നമ്മൾ പുഴയിൽ നിന്ന് വലട്ട് പിടിച്ച പരലാണ്. അധിക ടൈമിൽ സ്റ്റോക്ക് ഉണ്ടാവും പരലും എന്തെങ്കിലുമൊക്കെ തീറ്റായിട്ട്, അല്ലെങ്കിൽ വല്ല ചിക്കൻ ലിവറോ ചിക്കനൊക്കെ കൊടുക്കും. അത് പിന്നെ അങ്ങനെയുള്ളതൊക്കെ എടുത്തോളും. ചേറാനും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈവ് തന്നെ വേണം കേട്ടോ. നമ്മൾ പാടത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ലൈവ് വീടും തോടും ഇതൊക്കെ കൊണ്ട് ലൈവ് എപ്പോഴും കിട്ടാനും വലിയ ക്ഷാമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ചേറാനും മാത്രം ലൈവ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോവാണ്. ഫസ്റ്റ് നമ്മൾ കൊടുത്ത പരൽ എടുത്തിട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് രണ്ടാമത്തത് ഫസ്റ്റ് ഇട്ടെടുത്തത് മതിയായിട്ടില്ല, ഇനി തിരഞ്ഞുകൊണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി കൊടുത്തോക്കാം. രണ്ടാമത്തെ കൊടുക്കുക കേട്ടോ. അത് കൊടുത്ത് കൊണ്ടുവന്ന ഐസിൽ ഇത് പോളാർ ബ്ലൂ കേട്ടോ. ഒരു അത്യാവശ്യം ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇട്ട് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ തന്നെ ഉണ്ട് കണ്ടമാനം കുഞ്ഞുങ്ങൾ, ഇടക്കിടക്ക് ബ്രീഡാവും. മാറ്റിയിടലൊന്നുമില്ല, അതിൽ തന്നെ അങ്ങനെ വലുതാവും. വലുതായി കഴിഞ്ഞാൽ മാറ്റിയിടും പേരൻ്റെ എത്തുന്നു. അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് പ്ലാന്റൊക്കെ കൊടുത്തു കൊണ്ടോ. കിഴങ്ങ് വള്ളിയാണ്. ഇത് ഏതാണെന്ന് മനസ്സിലായാലൊന്ന് കമൻറ്റ് ഇടും കേട്ടോ. ഏതോ മനസ്സിലായാലും പറയാം. ഇത് ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ ആ കളർ പാറ്റേണും ഇതൊക്കെ ഇങ്ങനെ ആകൊണ്ട് ഏതാണെന്ന് മനസ്സിലായാലൊന്ന് കമൻറ്റ് ചെയ്യാം. ഇത് നാടൻ മുഷി കേട്ടോ. സാധനം ഇപ്പോൾ റയറാട്ടോ. ചില ഏരിയകളൊക്കെ എപ്പോഴും ഉണ്ട്, പക്ഷേ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാട്ടെ നമ്മളെ ഗാറ്, അലിഗേറ്റർ ഗാറ്. ഇത് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാൻ കരുതി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വരാലും സിലോപ്പിളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ കാണിച്ചു തരാം. ഇതാട്ടെ സൈസ്. ഏകദേശം അളന്നപ്പോൾ ഒരു മീറ്ററിൽ കുറച്ചധികം ഉണ്ട്. ഇത് പിന്നെ ലൈഫ് ഫീഡും സാധാ എല്ലാതും കഴിക്കും കേട്ടോ. അറിയണവർക്ക് ഉണ്ടാവും, എല്ലാതും കഴിക്കും. വലിയ റിസ്ക്കൊന്നുമില്ല വളർത്തിയെടുക്കാൻ. പക്ഷെ കുറേ കല്ലടയും സിലോപ്പി എന്ന് പറയും നമ്മളവിടെ. സിലോപ്പിയും കണ്ണൻകുട്ടികളും തവളനൊക്കെ ഓൾറെഡി ഇട്ടുവച്ചിട്ടുണ്ട്. ആൾക്ക് ആവശ്യത്തിനനുസരിച്ച് അവൾ കഴിക്കും. ടൈമായ ചിലപ്പോൾ ഫുൾ സിലോപ്പിനൊക്കെ തീർത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരും.